പ്രഭാതകിരണങ്ങൾ വളരെ പതിയെ ആ കൊച്ചു കടൽ തീരത്തെ തൊട്ടു നിർത്തി. ശാന്തമായ കടലിന്റെ തിരമാലകൾ ഒരു സംഗീതം പോലെ ആ തീരത്ത് അലയടിച്ചു. മുക്കുവൻചേരിയിലെ ആ കടൽ തീരത്തുള്ളതെല്ലാം മുക്കുവന്മാരുടെ വീടുകളാണ്. വളരെയധികം പാവപ്പെട്ടവർ. ജീവിതം തള്ളി നീക്കുന്നതിനായി കടലിനെ ആശ്രയിക്കുന്ന കടലിന്റെ മക്കൾ. ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷമായിരിക്കും മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാർ തിരിച്ചു വീട്ടിലെത്തുന്നത്. തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് അവർ കടലിലേക്ക് പോകുന്നത്. സൈബ പതിയെ തന്റെ കണ്ണുകൾ തുറന്നു. മുക്കുവനായ മുഹമ്മദിന്റെ മകളാണ് സൈബ. എല്ലാവരോടും കരുണയോടെ മാത്രം പെരുമാറുന്ന സുന്ദരിയായ ഒരു പാവം മോളാണവൾ. എഴുന്നേറ്റുടനെ അവൾ തന്റെ ഉപ്പ മുഹമ്മദിന്റെ അടുത്തേക്ക് പോയി. 4 വർഷമായി മുഹമ്മദ് കിടപ്പിലാണ്. ജോലിക്ക് മീൻ പിടിക്കാൻ കടലിൽ പോകാൻ കഴിയില്ല. ശരീരം തളർന്ന കിടപ്പിലാണ് അദ്ദേഹം. മുഹമ്മദ് കിടപ്പിലായതോടെ സൈബയുടെ കുടുംബം ദാരിദ്ര്യത്തിന്റെ വക്കിലാണ്. ഓരോ ദിവസവും കഷ്ടപ്പെട്ടാണ് അവർ തള്ളി നീക്കുന്നത്. +2 പഠനത്തിന് ശേഷം പഠിക്കാനൊന്നും കഴിയാതെ വീട്ടിലിരിക്കുകയാണ് സൈബ. അടുക്കളയിൽ വീട്ടുപണിക്കായി ഉമ്മയെ സഹായിച്ചും തന്റെ അനിയത്തിയെയും അനിയനെയും പഠിപ്പിച്ചും അവൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. വിവാഹപ്രായമെത്തിയ സൈബയെ എങ്ങനെ വിവാഹം കഴിച്ചയക്കുമെന്നും മുഹമ്മദിന് അറിയില്ലായിരുന്നു. സൈബ പതിവ് പോലെ ചൂലുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ആ തണുത്ത മണൽപ്പരപ്പിലൂടെ അവൾ ചൂലടിച്ചു വരാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു വലിയ കാറിന്റെ ഹോൺ ശബ്ദം സൈബ കേട്ടത്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒരു വലിയ കാർ തന്റെ വീടിന്റെ ഉമ്മറത്തേക്ക് വരുന്നു. സൈബ ഒരു നിമിഷം അത്ഭുതത്തോടെയും ഭയത്തോടെയും ആ കാറിനെ നോക്കി നിന്നു. വീണ്ടും ഒരു ഹോണടി ശബ്ദം കേട്ടപ്പോൾ അവൾ വീടിനകത്തേക്ക് ഓടി. പാ, ഉമ്മ, ഇതാ ഒരു വലിയ കാർ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു, സൈബ അത്ഭുതത്തോടെ പറഞ്ഞു. സൈബയുടെ ഉമ്മ ഉമ്മറത്തേക്ക് വന്നു ആരാണ് വന്നതെന്നറിയാൻ. കാറിൽ നിന്നിറങ്ങിയത് ആ നാട്ടിലെ ഏറ്റവും പണക്കാരനായ നാസർ ഹാജിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു. സലാം പറഞ്ഞ് അവർ അകത്തേക്ക് കയറി. മുഹമ്മദിന്റെ റൂമിലേക്ക് പ്രവേശിച്ചതും മുഹമ്മദ് അത്ഭുതപ്പെട്ടുപോയി. നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ തന്റെ കുടിലിലേക്ക് എന്തിനായിരിക്കും വന്നതെന്നോർത്ത് അയാൾ ശങ്കിച്ചു. മുഹമ്മദ് അവരോട് ഇരിക്കാൻ പറഞ്ഞു. എന്താണ് നാസർ ഹാജി, അങ്ങയെ പോലുള്ളവർ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താണ് കാര്യം? മുഹമ്മദ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഞങ്ങളൊരു വിവാഹാലോചനയുമായി വന്നതാണ്. നിങ്ങളുടെ മകൾ സൈബയെ ഞങ്ങളുടെ മകൻ ആബിദ് മാർക്കറ്റിൽ വെച്ച് കണ്ടിരുന്നു. അവന് സൈബയെ വളരെയധികം ഇഷ്ടമായി. സൈബയെ അവന് വിവാഹം കഴിച്ചു കൊള്ളാമെന്നുണ്ട്, നാസർ ഹാജി വിവരിച്ചു. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. അതിനപ്പുറം ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സൈബയെ തുടർ പഠനത്തിന് വേണമെങ്കിൽ ഞങ്ങൾ വിടാം. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് ജീവിക്കാം. നിങ്ങളുടെ ചികിത്സ നമുക്ക് എത്ര പണം ചെലവായാലും നടത്താം. അസുഖം ഭേദമാക്കാം. സൈബയുടെ അനിയത്തിമാരെയും അനിയന്റെയും എല്ലാം പഠനം ഞങ്ങൾ നോക്കിക്കൊള്ളാം, നാസർ ഹാജി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. മുഹമ്മദിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത്? എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് പടച്ചവനെ, എനിക്ക് ഇങ്ങനൊരു അനുഗ്രഹം തരാൻ, മുഹമ്മദ് അമ്പരപ്പ് മാറാതെ പറഞ്ഞു. അങ്ങനെ സൈബയുടെയും ആബിദിന്റെയും വിവാഹം അതിഗംഭീരമായി നടന്നു. സൈബ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. വിവാഹം കഴിഞ്ഞ ആ രാത്രി സൈബ ഒരു മണവാട്ടിയായി അവരുടെ മണിയറയിൽ തന്റെ പ്രിയതമനെയും കാത്തിരിക്കുകയാണ്. അവൾക്ക് ചെറിയ ഭയവും അതിലുപരി സങ്കടവുമുണ്ട്. വീട്ടിൽ നിന്നും അവൾ ഇതുവരെ മാറി നിന്നിട്ടില്ല. ആബിദ് റൂമിലേക്ക് കടന്നു വന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ സൈബയോട് സലാം പറഞ്ഞു. സൈബ് ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. ഇരുന്നോളൂ സൈബ, നീ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാവും, ആബിദ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആബിദ് സൈബയോട് ഒരുപാട് സംസാരിച്ചു. ആബിദിന്റെ ഓരോ വാക്കിലും സൈബയോടുള്ള സ്നേഹം പ്രകടമായിരുന്നു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സൈബ. നിന്റെ കൂടെ ഒരുപാട് കാലം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആബിദിന്റെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. ആബിദ് കരയാൻ തുടങ്ങി. പെട്ടെന്നുള്ള ആബിദിന്റെ കരച്ചിൽ സൈബയെ ആശങ്കയിലാഴ്ത്തി. എന്തു പറ്റി ആബിദ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? സൈബ ഇടറുന്ന ശബ്ദത്തോടെ ചോദിച്ചു. നീ എന്നോട് പൊറുക്കണം സൈബ. എന്നോടും എൻ്റെ ഉപ്പയോടും ഉമ്മയോടും നീയും നിന്റെ വീട്ടുകാരും പൊറുക്കണം. ഞങ്ങളൊരു വലിയ തെറ്റ് ചെയ്തു, പൊറുക്കാനാവാത്ത തെറ്റ്. ആബിദ് സൈബയുടെ കാലിൽ വീണു. സൈബ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. എന്താണ് ആബിദ്, എന്താണ് കാര്യം? എന്നെ ആശയക്കുഴപ്പത്തിലാക്കാതെ കാര്യം എന്താണെന്ന് പറയൂ, സൈബ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി ഞാൻ പറയുന്നതിനെ ക്ഷമയോടെ കേൾക്കണം, ആബിദ് പറഞ്ഞു തുടങ്ങി. സൈബ, ഞാനൊരു രോഗിയാണ്, ഒരു ക്യാൻസർ രോഗി, ആബിദ് ദുഃഖത്തോടെ പറഞ്ഞു. എന്താണ് ആബിദ് നിങ്ങൾ പറയുന്നത്? എന്നെ കളിപ്പിക്കുകയാണോ? സൈബ സംശയത്തോടെ ചോദിച്ചു. അല്ല സൈബ, സത്യമാണ്. ഞാനൊരു ക്യാൻസർ രോഗിയാണ്. 2nd സ്റ്റേജിലാണ് ഞാനിപ്പോൾ. ഏത് സമയവും മരണം എന്നെ തിരിച്ചു വിളിക്കാം, ആബിദ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്താണ് ആബിദ് ഞാൻ കേൾക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മാറിയെന്ന് കരുതി സമാധാനിച്ചിരിക്കുകയാണ് ഞാൻ. എൻ്റെ റബ്ബേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്?
ഇതെന്ത് പരീക്ഷണമാണ്? സൈബ കരയാൻ തുടങ്ങി. എന്തുകൊണ്ട് നിങ്ങളിത് വിവാഹത്തിന് മുൻപ് പറഞ്ഞില്ല? എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങളെല്ലാവരും? സൈബ സങ്കടത്തോടെ ചോദിച്ചു. ഇല്ല സൈബ, നിന്നെ ചതിക്കാൻ വേണ്ടിയോ പരീക്ഷിക്കാൻ വേണ്ടിയോ അല്ല. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. കുറച്ചു കാലമെങ്കിലും നിന്റെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഈ വിവരം പറഞ്ഞാൽ നിങ്ങൾ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ഭയന്നാണ് എല്ലാം മറച്ചു വെച്ചത്. ആബിദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തന്റെ മുന്നിലിരുന്ന് കരയുന്ന ആബിദിനെ കണ്ട് സൈബയുടെ മനസ്സലിഞ്ഞു. അവൾ തന്റെ വിഷമമുള്ളിലൊതുക്കി ആബിദിനെ ആശ്വസിപ്പിച്ചു. സൈബയുടെ മനസ്സിൽ 100 ചിന്തകളായിരുന്നു. ഈ വിവരം താൻ എങ്ങനെ തന്റെ വീട്ടിൽ പറയും? ഈ വിവാഹത്തോടെ വീട്ടിലെ പ്രതിസന്ധികളെല്ലാം നീങ്ങി. ഉപ്പയുടെ ചികിത്സ നടക്കുന്നുണ്ട്. അനിയത്തിയുടെയും അനിയന്റെയും പഠനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. താൻ കാരണം തന്റെ വീട്ടുകാർ വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത് താനായിട്ട് തല്ലിക്കെടുത്തുന്നത് പോലെയാവും ഇപ്പോൾ ഇതെല്ലാം വീട്ടിൽ അറിയിച്ചാലുള്ള അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ സൈബ ആ ദിവസം മുഴുവൻ കരഞ്ഞു. പിറ്റേ ദിവസം ആബിദും സൈബയും സൈബയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയി. തന്റെ മകൾ വലിയ കാറിൽ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ മുഹമ്മദിന്റെയും ഭാര്യയുടെയും മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. എന്താണ് സൈബ വിശേഷം? നിനക്ക് സുഖമല്ലേ? നീ കുടുംബത്തിന്റെ വിളക്കാണ് സൈബ. ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, മുഹമ്മദ് മകളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തന്റെ ഉപ്പയുടെ നെഞ്ചിൽ ചേർന്ന് കിടന്നപ്പോൾ സൈബ അറിയാതെ വിങ്ങിപ്പൊട്ടി. എന്തു പറ്റി മോളെ? നീ എന്തിനാ കരയുന്നത്? മുഹമ്മദ് ചോദിച്ചു. സൈബ കരയുന്നത് കണ്ട് ആബിദിന്റെ മുഖം വിളറി. സൈബ എല്ലാം തുറന്നു പറയുമോ എന്ന ഭയം ആബിദിന്റെ മുഖത്ത് കാണാമായിരുന്നു. ആബിദ് നിസ്സഹായനായി സൈബയുടെ മുഖത്തേക്ക് നോക്കി. സൈബ എല്ലാം തുറന്നു പറയുമെന്ന് കരുതി ആബിദ് സങ്കടം നിറഞ്ഞ മുഖത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ സൈബ ഒന്നും പറഞ്ഞില്ല. ഇല്ല ഉപ്പ, ഒന്നുമില്ല. നിങ്ങളെയൊക്കെ പിരിഞ്ഞു നിന്നതല്ലേ, അപ്പോൾ ചെറിയൊരു വിഷമം. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും ഞാൻ കാരണം നല്ല രീതിയിൽ സമാധാനത്തോടെ ജീവിക്കുന്നില്ലേ? എനിക്കത് മതി, സൈബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിരുന്ന് കഴിഞ്ഞ് അവർ മടങ്ങാനൊരുങ്ങി. കാറിൽ വെച്ച് ആബിദ് സൈബയോട് ചോദിച്ചു. എന്താണ് സൈബ നീ ഒന്നും പറയാതിരുന്നത്? നിനക്ക് വേണമെങ്കിൽ എല്ലാം നിന്റെ വീട്ടുകാരോട് പറയാം. എന്നെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം. ഞാനൊന്നും പറയില്ല സൈബ. നിന്റെ തീരുമാനമാണെല്ലാം. ഇല്ല ആബിദ്, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. രോഗം അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അതെല്ലാം റബ്ബിന്റെ കയ്യിലാണ്. എന്നെ നിങ്ങൾ നന്നായി സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. എനിക്കത് മതി. ബാക്കിയെല്ലാം നമുക്ക് ദൈവത്തോട് പറയാം. അസുഖം ഭേദമാക്കുന്നവൻ ദൈവമാണ്, സൈബ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ആബിദിന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ മഞ്ഞുതുള്ളികൾ വീണു. അവൻ സൈബയുടെ കയ്യിൽ ചുംബിച്ചു. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നീ സൈബ. ഇനി ഞാൻ ജീവിക്കും. എന്റെ രോഗത്തോട് ഞാൻ എന്റെ മനസ്സുകൊണ്ട് പോരാടും. നീ ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കണം. ആബിദിന്റെ വാക്കുകളിൽ തന്റെ ഇടവും സ്നേഹവും നിറഞ്ഞിരുന്നു. അങ്ങനെ അവർ പുതിയ പ്രതീക്ഷകളുമായി പുതിയ ജീവിതത്തിലേക്ക് കാറോടിച്ചു പോവുകയാണ്.